എന്തു പറഞ്ഞാലും അണികൾ അത് വിശ്വസിച്ചുകൊള്ളും എന്ന് പറയുന്ന കാലം പോകുകയാണ്. കാലം മാറുകയാണ്. ആ കാലമല്ല, പുതിയ കാലം. പുതിയ കാലത്തിലെ കുട്ടികൾക്ക്, പുതിയ കാലത്തിലെ യുവാക്കൾക്ക്, പുതിയ കാലത്തിലെ യുവതികൾക്ക്, പുതിയ കാലത്തിലെ മനുഷ്യർക്ക് അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ എല്ലാ കാലത്തും ജനങ്ങൾ വിശ്വസിക്കില്ല. വെറുതെയാണ്. നിങ്ങളുടെ ടോയ്ലറ്റ് പേപ്പർ എന്ന് പറയുന്നത് അതിൽ പറയുന്ന ഒരു കാര്യവും ശക്തിധരന്റെ പോസ്റ്റ് ബാക്കി ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ കള്ളത്തരം പറഞ്ഞാലും, നിങ്ങൾ എത്രമാത്രം കള്ളത്തരം പറഞ്ഞാലും അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം പുതിയ സാധ്യതകൾ, വാർത്തകൾ അറിയാനുള്ള സാധ്യതകൾ അവർക്കുണ്ട്. വാർത്തകളെ വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയും അവർക്കുണ്ട്. അല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങളിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണല്ലോ എന്ന് പറഞ്ഞ് ജയിച്ചേ വിളിക്കുന്ന കുറെ തീട്ട കമ്മികൾ ഉണ്ടാകും. അവരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എണ്ണം കുറഞ്ഞു അതാണ് സംഭവിക്കാൻ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ 34 വർഷം ഭരിച്ചിട്ട് അവസാനം തൂത്തെറിഞ്ഞില്ലേ പൊറട്ടടിക്കല്ലേ ഇപ്പൊ ഇവിടെ കേരളത്തിൽ വന്നിട്ട്, അല്ലേ? കേരളത്തിലും സംഭവിക്കും എന്നുള്ളത് നമുക്ക് 2026 തെരഞ്ഞെടുപ്പോടെ നമുക്ക് കാണാം. നോട്ടയോട് മത്സരിക്കുന്ന CPM-നെയാണ് ദേശീയ തലത്തിൽ നമ്മൾ കണ്ടതല്ലേ? അതേപോലെ കേരളത്തിലും നോട്ടയോട് മത്സരിക്കുന്ന ഒരു CPM-നെ നിങ്ങൾക്ക് കാണാനാവും. കാരണം ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. CPM ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തിധരന്റെ പോസ്റ്റിന്റെ ബാക്കി ഭാഗം, അതായത് അണികൾ അതേപടി വിഴുങ്ങിയിരുന്ന കാലം അവസാനിക്കുകയാണ്. എന്തെന്നാൽ ഇത്തരം തെറ്റുകൾ തിരുത്തി എന്ന് എടുത്തു കാണിക്കാൻ ഇനി ഒരവസരം CPM-ന് കിട്ടില്ല. ശക്തിധരൻ പറയുന്ന ഏറ്റവും മൂർച്ചയുള്ള വാക്കുകളാണ് കേട്ടോ. ഈ പോസ്റ്റിലെ ഏറ്റവും പ്രസക്തമായ വരികളും അതാണ്. അതായത് CPM-നെ തെറ്റ് തിരുത്തിക്കൊള്ളൂ. ഇനിതാ അവശേഷിക്കുന്നത് 5-6 മാസം മാത്രമാണ്. അതിനകം നിങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്തിക്കൊള്ളൂ. ഇനി തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് അവസരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി കേരളത്തിൽ CPM ഇല്ല. ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചോളൂ. ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയില്ല, CPM എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല. കാരണം അത് പിണറായി വിജയൻ അതിനെ 51 അല്ല 5001 കഷ്ണങ്ങളായി വെട്ടി നുറുക്കിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തെ നശിപ്പിച്ച, കേരളത്തിൽ കമ്മ്യൂണിസത്തെ നശിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ. സാധാരണ രീതിയിൽ ഇവരെ 1 വർഷം 2 വർഷം 3 വർഷം 20 വർഷം 25 വർഷം 30 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തെറ്റ് തിരുത്തുക. അങ്ങനെ തെറ്റ് തിരുത്താൻ ഇനി പാർട്ടി ഉണ്ടാവില്ലടോ. തെറ്റ് തിരുത്താൻ ഇനി പാർട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് തെറ്റ് ഇതാ ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ന് തന്നെ തിരുത്ത്. എങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടാവാം. കാരണം ഇവിടെ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. യഥാർത്ഥ കമ്മ്യൂണിസത്തെ, പിണറായി വിജയന്റെ ഈ അധമ കമ്മ്യൂണിസത്തെ അല്ല, യഥാർത്ഥ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഈ കേരളത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ജി ശക്തിധരൻ കേട്ടോ. ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബാക്കി ഇങ്ങനെയാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കാൻ ഇടയില്ല ഈ CPM. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ മന്ത്രിമാർ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നീന്തി കുളിക്കുകയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാ മന്ത്രിമാരും അല്ലേ? ഏറ്റവും അവസാനത V അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്പോർട്സ് മന്ത്രി മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ കാട്ടുകള്ളനായ വനം കൊള്ളക്കാരനായ വീരപ്പനെ തോൽപ്പിക്കുന്ന മറ്റൊരു വീരപ്പൻ മാധ്യമ മുതലാളിയാണ്. റിപ്പോർട്ടർ ചാനലിന്റെ അമരത്തിരുന്നു കൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ജനങ്ങളെ രാഷ്ട്രീയ പ്രബുദ്ധത പഠിപ്പിക്കുന്ന ഒരു അധമനുണ്ടല്ലോ, ആന്റപ്പന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് കലൂരിലെ സ്റ്റേഡിയം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം. ഇയാൾ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ആന്റപ്പന് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ മരങ്ങൾ വെട്ടി കാട് വെളുപ്പിക്കുക, മരങ്ങൾ കൊള്ള ചെയ്യുക, മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുക. എത്ര ആദിവാസി കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഇയാൾ വെള്ളം കുടിപ്പിക്കുന്നതെന്ന് അറിയോ? ആദിവാസി കുടുംബങ്ങളെ പറ്റിച്ച് അവരുടെ കൃഷിഭൂമിയിൽ നിന്ന്, അവരുടെ ഭൂമിയിൽ നിന്ന് വർഷങ്ങളുടെ പഴക്കമുള്ള 500, 600, 700 വർഷമുള്ള വില കൂടിയ മരങ്ങൾ കട്ടുകടത്തി കോടികളുണ്ടാക്കി. ഇപ്പോ ആന്റപ്പൻ വലിയ ആളാണ്. ആന്റപ്പൻ കോട്ടൊക്കെ ഇട്ട് ചർച്ച നടത്തുകയാണ്. മുഖത്തേക്ക് തുപ്പണം കേരളത്തിലെ ജനങ്ങൾ. ആ ആന്റപ്പനും V അബ്ദുറഹ്മാനും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ അധമനാണ്, ഈ കാട്ടുകൊള്ളക്കാരനാണ്. ആ കാട്ടുകൊള്ളക്കാരൻ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാം? സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങൾ ആദ്യം തന്നെ വെട്ടിവിറ്റു. ഇയാൾക്കറിയാവുന്ന ഏറ്റവും പണി അതാണ്. ഇയാൾക്കറിയാവുന്ന ഏറ്റവും വലിയ പണി മരങ്ങൾ വെട്ടി വിൽക്കുക, കാട് വെളുപ്പിക്കുക. വനം കൊള്ളക്കാരൻ വീരപ്പൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇയാളുടെ കാൽക്കൽ പോയി പ്രണമിക്കുമായിരുന്നു. എന്നെക്കാൾ വലിയ കാട്ടുകൊള്ളക്കാരനായ അങ്ങുന്നേ എന്നെ താങ്കളുടെ ഒരു ശിഷ്യനാക്കൂ, ഈ റിപ്പോർട്ടർ ചാനലിൽ എന്നെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കുമെന്ന് വീരപ്പൻ പറയുമായിരുന്നു കേട്ടോ.
നമുക്ക് കാണാം അത്തരത്തിലുള്ള അന്തിച്ചർച്ചകൾ, വീരപ്പനും പങ്കെടുക്കുന്ന ചർച്ച. ഇപ്പോ നമ്മുടെ മൊട്ടരുണും ജിമ്മിയും സ്മൃതി പരുത്തിക്കാടും ഒക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ വീരപ്പനും കൂടി ഇരിക്കുന്നു. കാരണം മറ്റൊരു ശിഷ്യൻ. എന്തൊക്കെ കലികാല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കലികാല കാഴ്ചകൾ. ഇതിന്റെയൊക്കെ നടുക്കുന്ന വിഭ്രാന്തിയിൽ നിന്നാണ് ശക്തിധരൻ ഈ പോസ്റ്റ് എഴുതിയത് കേട്ടോ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പാർശ്വവർത്തികളെയും ചൂഴ്ന്നു നിൽക്കുന്ന അഴിമതികളുടെ ബ്രഹ്മാണ്ഡം ആർക്കാണ് തിരിച്ചറിയാത്ത ഒരു കൂട്ടരുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ തീട്ടക്കമ്മികൾ, ദേശാഭിമാനി മാത്രം വായിക്കുന്ന കുറെ തീട്ടക്കമ്മികൾക്ക് ഇത് തിരിച്ചറിയില്ല. പാർട്ടി കേന്ദ്രതല നേതാക്കളെ റാഞ്ചിക്കൊണ്ടുപോകുന്ന ഇ ഡി ഉദ്യോഗസ്ഥർ എത്ര കോടാനുകോടി രൂപ ഖജനാവിൽ അടപ്പിച്ചാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്? അറിയാ കഥകൾ. മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് PMC കരാർ ഒപ്പിട്ടത് എന്ന് തനി വിഡിത്തം ഇന്നലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു പറയുന്നത് കേട്ടു. അതായത് എല്ലാ പത്രങ്ങളിലും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നല്ലോ. അതായത് 2022 തുടങ്ങിയ ഈ പദ്ധതി ഇപ്പം 2025 ഈ അധികാരം തീരാൻ വേണ്ടിയിട്ട് 4-5 മാസങ്ങൾ മാത്രം അവശേഷിക്കുക, എന്തുകൊണ്ട് ഇപ്പോൾ ഒപ്പുവെച്ചെന്ന് ചോദ്യത്തിന് ശിവൻകുട്ടി പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇതിങ്ങനെ നടപ്പാക്കുമ്പോൾ നമ്മളത് നിരീക്ഷിക്കുകയായിരുന്നു, നമ്മൾ പഠിക്കുകയായിരുന്നു. അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായാലും വലിയ തകരാറൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്ന് പറയുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഏറ്റവും വലിയ മരവാഴ പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടു. എല്ലാ പത്രങ്ങളിലും ഈ മരവാഴയുടെ പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശക്തിധരൻ പറയാണ്, മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് PMC കരാർ ഒപ്പിട്ടത് എന്ന തനി വിഡ്ഢിത്തം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ വിളിച്ചു പറയുന്നത് ജനങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുക? ആരാ ഈ മന്ത്രി പൊങ്കവനെ ഇതിൽ ചുമതലപ്പെടുത്തിയത്? സ്വന്തം മന്ത്രിസഭയെയോ ഭരണ നേതൃത്വത്തിന്റെയോ പാർട്ടി ഭാരവാഹികളുമായോ പോലും കൂടിയാലോചിക്കാതെ ഈ സുപ്രധാന കാര്യത്തിൽ അന്യസംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത് എന്ന് കേമത്തം വിളിച്ചു പറയുന്ന ഈ മന്ത്രിക്ക് തലക്ക് വെളിവില്ലേ? ഇതിൽ പരം എന്ത് ചോദ്യം ചോദിക്കേണ്ടത്? മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ നേതാക്കന്മാരുമായി ശിവൻകുട്ടി പോയി ചർച്ച ചെയ്തിരുന്നു. ഇവിടുത്തെ മന്ത്രിസഭ അറിയാതെ, ഇടതു മുന്നണി അറിയാതെ ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് ശിവൻകുട്ടിക്ക് ബോധ്യമായത് ഇത് മഹത്തായ പദ്ധതിയാണ് PMC എന്ന്. പറയുന്നതിനൊരു ഒളിപ്പ് വേണ്ടടോ. എന്തും വിളിച്ചു പറയാനുള്ള ബ്ലാങ്ക് ചെക്കാണോ കീശയിൽ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. എന്തും വിളിച്ചു പറയാനുള്ള ബ്ലാങ്ക് ചെക്കാണോ കീശയിൽ? ഇന്നലെ ശക്തിധരൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ കാരണഭൂതത്തിന്റെ കൂലിത്തല്ലുകാരനാണ് ശിവൻകുട്ടി എന്നായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം കേട്ടോ. പിണറായി വിജയന്റെ കൂലിത്തല്ലുകാരൻ. ആ കൂലിത്തല്ലുകാരൻ തന്നെ അസ്ഥികൂടമാണെന്നാണ് പറഞ്ഞത്. ഉള്ളിലുള്ള കാമ്പൊക്കെ മുഖ്യമന്ത്രി കരണ്ട് തിന്നിരിക്കുന്നു. അങ്ങനെ വെറും അസ്ഥികൂടം മാത്രമായ വി ശിവൻകുട്ടി ചാടിക്കളിക്കുകയാണ്. ഇപ്പോൾ യുക്തിബോധമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നത് മറക്കേണ്ട. ഈ പോസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ശക്തിധരൻ പറയുന്നത് ഇപ്പോൾ യുക്തിബോധമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത്.